ഹലോ എവരിവൺ, നീറ്റിസിയിലേക്ക് സ്വാഗതം. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആ ചാപ്റ്ററിലെ എല്ലാ പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരൊറ്റ വീഡിയോയിൽ റിവൈസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിലെ കുറച്ച് MCQs ആണ് പഠിക്കാൻ പോകുന്നത്. MCQസിലൂടെ പഠിക്കുമ്പോഴാണ് കൂടുതൽ ടോപ്പിക്ക് നമുക്ക് തറവാവുന്നത്. സോ നമുക്ക് MCQs പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്? താഴെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതൊക്കെയാണ് കറക്റ്റ്? ഫസ്റ്റ് വൺ, പോളിനേഷൻ പ്രസീഡ്സ് ഫെർട്ടിലൈസേഷൻ. അതായത് പോളിനേഷൻ ഫെർട്ടിലൈസേഷന് മുമ്പെയാണ് നടക്കുന്നത്. കറക്റ്റാണ്. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഒക്കേഴ്സ് ഓൺലി ഇൻ ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസിൽ മാത്രമാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇതും കറക്റ്റാണ്. കാരണം ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻജിയോസ്പേംസിൻ്റെ യുണീക്ക് ഫീച്ചറാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്, എൻഡോസ്പേം നറിഷസ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ. ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്കുള്ള ന്യൂട്രീഷൻ കൊടുക്കുന്നത് എൻഡോസ്പേമാണ്. ഇതും കറക്റ്റാണ്. സോ ഓപ്ഷൻ ഡി, ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അസേർഷൻ റീസൺ ടൈപ്പാണ്. അസേർഷൻ, സെൽഫ് പോളിനേഷൻ ഓൾവേസ് റിസൾട്ട് ഇൻ ക്രോസ് ഫെർട്ടിലൈസേഷൻ. അതായത് സെൽഫ് പോളിനേഷൻ എപ്പോഴും ക്രോസ് ഫെർട്ടിലൈസേഷൻ റിസൾട്ട് ചെയ്യുന്നു. സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻ അതേ ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ പതിക്കുകയോ അല്ലെങ്കിൽ അതേ പ്ലാന്റിലെ മറ്റൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ പതിക്കുകയോ ചെയ്യുന്നതിനെ സെൽഫ് പോളിനേഷൻ എന്ന് വിളിക്കുന്നു. ഇനി ക്രോസ് ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ക്രോസ് ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ക്രോസ് പോളിനേഷനിലൂടെ വരുന്ന പോളൻ ഗ്രെയിൻ ഫീമെയിൽ ഗമീറ്റുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് ക്രോസ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് പോളിനേഷനിൽ ഒരിക്കലും ക്രോസ് പോളിനേഷൻ വഴി ഒരു ഫെർട്ടിലൈസേഷൻ നടക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അസേർഷൻ റോങ് ആണ്. റീസൺ, പോളൻ ഗ്രെയിൻസ് ആർ ട്രാൻസ്ഫർ ടു ദ സെയിം ഫ്ലവർ. പോളൻ ഗ്രെയിൻസ് സെയിം ഫ്ലവറിൻ്റെ ഉള്ളിലാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ റീസൺ കറക്റ്റാണ്. കാരണം റീസൺ സെൽഫ് പോളിനേഷൻ എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ അസേർഷൻ തെറ്റാണ്. അപ്പോൾ എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഇൻകറക്റ്റ് പെയർ. ശ്രദ്ധിക്കണം, ഇൻകറക്റ്റ് പെയറാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, മൈക്രോപൈൽ എൻട്രി ഓഫ് പോളൻ ട്യൂബ്. കറക്റ്റാണ്. കാരണം മൈക്രോപൈലിലൂടെയാണ് പോളൻ ട്യൂബ് ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്കിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. ചലാസ, ഓപ്പോസിറ്റ് ഓഫ് മൈക്രോപൈൽ. കറക്റ്റാണ്. ഹൈലം, സ്കാർ ഓൺ സീഡ്. ഇതും കറക്റ്റാണ്. ഹൈലം എന്ന് പറഞ്ഞാൽ ഫ്യൂണിക്കിളും ഒവ്യൂളിൻ്റെ ബോഡിയും തമ്മിലുള്ള ആ ജംഗ്ഷനാണ് ഹൈലം. അപ്പോൾ ഇതാണ് സീഡിൻ്റെ മണ്ടയ്ക്ക് നമുക്കൊരു സ്കാർ കാണാൻ പറ്റില്ല. എല്ലാ സീഡിൻ്റെ മുകളിലും പയർവിത്തൊക്കെ എടുത്താൽ അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ചെറിയൊരു സ്കാർ പോലെ കാണാൻ പറ്റും. അതാണ് ഹൈലം. കാരണം ഇത് പ്ലാസൻ്റയിൽ നിന്ന് വേർപെട്ട് വരുന്ന ആ ഒരു ഇതായിട്ട്. ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞ അടുത്ത ഓപ്ഷനാണ് ഫ്യൂണിക്കിൾ. എംബ്രിയോ അറ്റാച്ച്മെൻറ്റ് തെറ്റാണ്. കാരണം ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞാൽ ഒവ്യൂളിനെ പ്ലാസൻ്റയുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഇനി ഹൈലം എന്ന് പറഞ്ഞാൽ ഒവ്യൂളിൻ്റെ ബോഡിയും ഫ്യൂണിക്കിളും കൂടെ ചേരുന്ന പാർട്ടാണ് ഹൈലം എന്ന് പറയുന്നത്. അപ്പോൾ ഒവ്യൂള് സീഡായിട്ട് മാറിക്കഴിയുമ്പോൾ ഈ ഹൈലത്തിൻ്റെ ഇവിടെ വെച്ചാണ് ഇതിൽ നിന്ന് വിട്ട് സീഡായിട്ട് പുറത്ത് വരുന്നത്. അപ്പോൾ ഈ ഹൈലത്തിൻ്റെ അവിടെ നമുക്കൊരു സ്കാറായിട്ട് കാണപ്പെടും. പയർവിത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനൊരു സ്കാറായിട്ട് കാണപ്പെടുന്നത് ഹൈലമാണ്. അപ്പോൾ ഫ്യൂണിക്കിൾ എംബ്രിയോ അറ്റാച്ച്മെൻ്റ് അല്ല. ഫ്യൂണിക്കിൾ സത്യത്തിൽ എന്താണ്? ഒവ്യൂളും പ്ലാസൻ്റെയും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നതാണ് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ കുറച്ച് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ഉണ്ട്. ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് അല്ലാത്തത് ഏത്? നോട്ട് ആൻ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡൈക്കോഗമി, സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി, ക്ലീസ്റ്റോഗമി, ഡയസി. അപ്പോൾ ഡൈക്കോഗമി എന്താണ്? നമുക്കറിയാം, ആന്തറും സ്റ്റിഗ്മയും ഒരേ ടൈമിൽ മെച്യൂർ ആവുന്നില്ല. രണ്ടും രണ്ട് ടൈമിൽ മെച്യൂർ ആവുന്നതിനെയാണ് ഡൈക്കോഗമി എന്ന് പറയുന്നത്. ഇതിൽ തന്നെ പ്രൊട്ടാൻഡ്രിയുണ്ട്, പ്രോട്ടോഗൈനിയുണ്ട്. അതായത് ആദ്യം സ്റ്റിഗ്മയാണ് മെച്യൂർ ആകുന്നതെങ്കിൽ അതിനെ പ്രോട്ടോഗൈനി എന്ന് പറയും. ആദ്യം ആന്തറാണ് മെച്യൂർ ആകുന്നതെങ്കിൽ പ്രൊട്ടാൻഡ്രി എന്ന് പറയും. ഇത് ഒരു ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് ആണ്. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി,
നമുക്കറിയാം സെൽഫ് പോളൻ ആണെങ്കിൽ സ്റ്റിഗ്മ അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് എന്താ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ആ പോളൻ ഗ്രെയിൻ വളരാൻ അനുവദിക്കുന്നില്ല. അതിനെയാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത ക്ലീസ്റ്റോഗ്യാമി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഫ്ലവേഴ്സ് ആണ്. അതായത് ആ ഫ്ലവേഴ്സ് ഒരിക്കലും ഓപ്പൺ ആവാറില്ല അല്ലെങ്കിൽ വിരിയാറില്ല. അത് ക്ലോസ് ആയി തന്നെ ഇരിക്കുന്നത് കൊണ്ട് എപ്പോഴും അവിടെ എന്താണ് സെൽഫ് പോളിനേഷനാണ് നടക്കുന്നത്. ക്രോസ് പോളിനേഷനുള്ള ചാൻസ് ഇല്ല. അതായത് ഇതിലെപ്പോഴും സെൽഫ് പോളിനേഷനാണ് നടക്കുന്നത്. അപ്പോൾ ആൻസർ സി ക്ലീസ്റ്റോഗമിയാണ്. കാരണം ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് എപ്പോഴും സെൽഫ് പോളിനേഷനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ക്ലീസ്റ്റോഗമി എന്ന് പറഞ്ഞാൽ സെൽഫ് പോളിനേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫ്ലവേഴ്സ് ഓപ്പൺ ആവാത്തത്. അപ്പോൾ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് അല്ലാത്തത് ക്ലീസ്റ്റോഗമിയാണ്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ ഡയസി എന്ന് കൊടുത്തിരിക്കുന്നു. അത് ഡയേഷ്യസ് പ്ലാന്റ്സിനെയാണ്. അതായത് ഒരു പ്ലാന്റ് തന്നെ മെയിൽ ഓർ ഫീമെയിൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ പ്ലാന്റിൽ ഒന്നുകിൽ ഫീമെയിൽ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ മെയിൽ ഫ്ലവേഴ്സോ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോഗമിയും ഗീട്രണോഗമിയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പ്ലാന്റ്സിൽ ക്രോസ് പോളിനേഷൻ മാത്രമേ നടക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the diploid chromosome number of a plant is 24, the chromosome number in primary endosperm nucleus will be. അതായത് ഒരു പ്ലാന്റ്, ആ പ്ലാന്റിൻ്റെ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ 24 ആണ്. ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2n സ്റ്റേറ്റ്. 2n സ്റ്റേറ്റിൽ 24 ആണ് അതിൻ്റെ നമ്പർ. അപ്പോൾ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൻ്റെ ക്രോമസോം നമ്പർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതായത് നമുക്കറിയാം പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൻ്റെ പ്ലോയിഡി എത്രയാണ്? ട്രിപ്ലോയിഡ് ആണ്, അല്ലെങ്കിൽ 3n സ്റ്റേറ്റ് ആണ്. സാധാരണ പ്ലാന്റ് 2n സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ആണ്. അത് 24 ആണെന്ന് തന്നിട്ടുണ്ട്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എപ്പോഴും ട്രിപ്ലോയിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്, അതായത് 3n. അപ്പോൾ 3n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2n തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് n കണ്ടുപിടിക്കാം. അതായത് n എന്ന് പറയുന്നത് 12 ആണ്. ഇനി ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൻ്റെത് കണ്ടുപിടിക്കാം. അതായത് 36 ആണ് ആൻസർ. ഓപ്ഷൻ സി. അപ്പോൾ ഡിപ്ലോയിഡ് ക്രോമസോം നമ്പർ 24 ആണ്, അതായത് 2n. അങ്ങനെയാണെങ്കിൽ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിലെ ക്രോമസോം നമ്പർ എത്രയാണ്? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസിൽ ട്രിപ്ലോയിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നതുകൊണ്ട് അത് 3n ആണ്. അതായത് n കണ്ടുപിടിച്ചിട്ട് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. അടുത്തത് വിച്ച് സീക്വൻസ് ഈസ് കറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റ് സീക്വൻസ് ഏതാണ്? പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ, പോളൻ ജെർമിനേഷൻ. പോളിനേഷന് ശേഷം ഫെർട്ടിലൈസേഷൻ നടന്നിട്ടല്ല പോളൻ ജെർമിനേഷൻ നടക്കുന്നത്, അതുകൊണ്ട് അത് തെറ്റാണ്. അടുത്തത് പോളൻ ജെർമിനേഷൻ, പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ, അതും തെറ്റാണ്. പോളിനേഷൻ, പോളൻ ജെർമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഇതാണ് കറക്റ്റ്. കാരണം പോളിനേഷൻ നടന്നതിന് ശേഷമാണ് ആ പോളൻ ഗ്രോ ചെയ്ത് അല്ലെങ്കിൽ പോളൻ ജെർമിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് പോളൻ ട്യൂബായിട്ട് മാറുന്നു. അതിലൂടെ മെയിൽ ഗാമീറ്റ്സ് വന്ന് ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റിൻ്റെ അടുത്ത് നിന്ന് സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും നടക്കുന്നു. അതാണ് ഫെർട്ടിലൈസേഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഫെർട്ടിലൈസേഷൻ, പോളിനേഷൻ, സീഡ് ഫോർമേഷൻ, ഇതും തെറ്റാണ്. കാരണം പോളിനേഷൻ കഴിഞ്ഞിട്ടാണ് ഫെർട്ടിലൈസേഷൻ, അതിനുശേഷമാണ് സീഡ് ഫോർമേഷൻ. 7th ക്വസ്റ്റ്യൻ. അപ്പോമിക്സിസ് ഹെൽപ്സ് ടു. അപ്പോമിക്സിസ് എന്തിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പോൾ ആദ്യം തന്നെ എന്താണ് അപ്പോമിക്സിസ്? അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെയാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോമിക്സിസിൽ കൂടെ എന്താണ് നമുക്കുള്ള ഹെൽപ്പ്? ഇൻക്രീസ് മ്യൂട്ടേഷൻ, മെയിൻറ്റെയിൻ ഹൈബ്രിഡ് ക്യാരക്ടേഴ്സ്, പ്രിവെൻറ്റ് സീഡ് ഫോർമേഷൻ, റെഡ്യൂസ് ക്രോപ്പ് ഈൽഡ്. മെയിൻറ്റെയിൻ ഹൈബ്രിഡ് ക്യാരക്ടേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. കാരണം അപ്പോമിക്സിസിൽ കൂടി ഉണ്ടാവുന്ന ഒരു സീഡ്, ആ സീഡ് പേരൻറ്റ് പ്ലാന്റിൻ്റെ എക്സാക്റ്റ് കോപ്പി ആയിരിക്കും. അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലൂടെ ഒരു ഫീമെയിൽ പേരൻറ്റിനെയും ഒരു മെയിൽ പേരൻറ്റിനെയും സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്തി നമുക്കൊരു ഓഫ്സ്പ്രിങ് ഉണ്ടായി. അതായത് ഒരു ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടായി, ഹൈബ്രിഡ് സീഡ് ഉണ്ടായി. ഇനി ഈ ഹൈബ്രിഡ് സീഡിനെ ജെർമിനേറ്റ് ചെയ്ത് ഒരു ഹൈബ്രിഡ് പ്ലാന്റ് ആക്കി മാറ്റി.
ഈ ഹൈബ്രിഡ് പ്ലാന്റിൽ അപ്പോമിക്സിസ് നടത്തുകയാണ്. ഹൈബ്രിഡ് പ്ലാന്റിൽ അപ്പോമിക്സിസ് നടത്തിയാൽ ഇതിലൂടെ ഉണ്ടാവുന്ന സീഡ്സ്, അപ്പോമിക്റ്റിക് സീഡ്സ്, പേരൻറ്റ് പ്ലാന്റിൻ്റെ എക്സാക്റ്റ് കോപ്പീസ് ആയിരിക്കും. അതായത് ആ ഹൈബ്രിഡ് പ്ലാന്റിൻ്റെ എക്സാക്റ്റ് കോപ്പീസ് ആയിരിക്കും വീണ്ടും ഉണ്ടാവുന്നത്. അതായത് ഹൈബ്രിഡ് ക്യാരക്ടേഴ്സ് അപ്പോമിക്സിസിൽ കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഹൈബ്രിഡ് ക്യാരക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്ത് പോകുന്നില്ല. So apomixis helps to maintain hybrid characters. 8th question. In some plants, embryo develops directly from. സാധാരണ നമുക്കറിയാം എംബ്രിയോ ഫെർട്ടിലൈസേഷന് ശേഷമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ചില പ്ലാന്റ്സിൽ എംബ്രിയോ അല്ലാതെ ചില ടിഷ്യൂസിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സെൽ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. എക്സെല്ലിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് സീഡ് ഫോം ചെയ്യുന്നത്. ഇതാണ് യൂഷ്വലുള്ള മെത്തേഡ്. യൂഷ്വലായിട്ടുള്ള മെത്തേഡ് ഫെർട്ടിലൈസേഷന് ശേഷം എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. 2 സിനർജിഡ്സ്. സിനർജിഡ്സ് ഒരിക്കലും എംബ്രിയോ ആയിട്ട് മാറുന്നില്ല. സിനർജിഡ്സ് പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. അടുത്തത് ഡിപ്ലോയിഡ് സെൽസ് ഓഫ് ന്യൂസെല്ലസ്. ഇതാണ് കറക്റ്റ്. ആൻറ്റിപോഡൽസും ചലാസൽ എൻഡിലിരിക്കുന്ന എംബ്രിയോ സാക്കിൻ്റെ ചലാസൽ എൻഡിലിരിക്കുന്ന സെൽസാണ് ആൻറ്റിപോഡൽസ്. അതും എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നില്ല. ഇനി ഡിപ്ലോയിഡ് സെൽസ് ഓഫ് ന്യൂസെല്ലസ്, അത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് അപ്പോമിക്സിസ്. അതുപോലെ തന്നെ പോളി എംബ്രിയോണി, ഒരു സീഡിൽ തന്നെ ഒന്നിലധികം എംബ്രിയോസിനെ കാണപ്പെടുന്ന ആ ഒരു ഫിനോമിനനാണ് പോളി എംബ്രിയോണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളി എംബ്രിയോണി, അപ്പോമിക്സിസ് ഇതൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ മെഗാസ്പോർ മദർ സെല്ല്. ഈ മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടക്കുന്നില്ല. ഡിപ്ലോയിഡ് സ്റ്റേറ്റിലുള്ള മെഗാസ്പോർ മദർ സെല്ല് ഡയറക്റ്റായിട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. ഇങ്ങനെയാണ് അപ്പോമിക്സിസ് നടക്കുന്നത്. ഇനി ചിലപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂസെല്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്ലോയിഡ് ടിഷ്യൂ ആണ്. ഇത് എംബ്രിയോ സാക്കിൻ്റെ ചുറ്റിനും കാണപ്പെടുന്നതാണ്. ഈ ന്യൂസെല്ലസിലെ കുറച്ച് ടിഷ്യൂസ് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യും. പെട്ടെന്ന് റാപ്പിഡായിട്ടുള്ള ഡിവിഷൻ അല്ലെങ്കിൽ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ട് ഇത് എംബ്രിയോ സാക്കിൻ്റെ അകത്തേക്ക് കയറിയിട്ട് എംബ്രിയോ ആയിട്ട് വളരുന്നു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഒന്നിലധികം എംബ്രിയോ സാക്കിൽ കാണും. അതായത് ഒരു സീഡിൽ തന്നെ ഒന്നിലധികം എംബ്രിയോസിനെ കാണാൻ പറ്റും. അതാണ് പോളി എംബ്രിയോണി. അപ്പോൾ ഈ അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി സംഭവിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഒരു എംബ്രിയോ ആയിട്ട് മാറുന്നു. 2, ന്യൂസെല്ലസിലെ ചില സെൽസ് റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എംബ്രിയോ സാക്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. ഇവിടുത്തെ ഓപ്ഷൻ അതാണ്, ഡിപ്ലോയിഡ് സെൽസ് ഓഫ് ന്യൂസെല്ലസ്. അതിൽ നിന്ന് എംബ്രിയോ ഡയറക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് വൈ ഡബിൾ ഫെർട്ടിലൈസേഷൻ ഈസ് കൺസിഡേർഡ് ആൻ എവല്യൂഷണറി അഡ്വാൻറ്റേജ് ഇൻ ആൻജിയോസ്പേംസ്? ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻജിയോസ്പേംസിലെ എവല്യൂഷണറി അഡ്വാൻറ്റേജ് ആണ്. ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഒന്നാമത്തത്, ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് എൻഡോസ്പേം ഡെവലപ്സ് ഓൺലി ആഫ്റ്റർ സക്സസ്ഫുൾ ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റിംഗ് വേസ്റ്റേജ് ഓഫ് ഫുഡ് റിസർവ്സ്. അതായത് ഓപ്ഷൻ എ പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം മാത്രം എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് നടക്കുന്നു. അതായത് ഫുഡ് റിസർവിൻ്റെ വേസ്റ്റേജ് കുറയ്ക്കുന്നു. എന്ന് വെച്ചാൽ ആദ്യം തന്നെ മെയിൽ ഗമീറ്റ് ഫീമെയിൽ ഗമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ടാണ് ഫോം ചെയ്യുന്നത്. ഇതിനെയാണ് സിംഗമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എംബ്രിയോ ഉണ്ടായതിന് ശേഷം മാത്രമാണ് രണ്ടാമത്തെ മെയിൽ ഗമീറ്റ് പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്ത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവുന്നത്. ആദ്യം തന്നെ എക്സെല്ലും മെയിൽ ഗമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്തില്ലെങ്കിൽ രണ്ടാമത്തെ ട്രിപ്പിൾ ഫ്യൂഷനും അവിടെ പ്രിവെൻറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആദ്യത്തെ സിംഗമി നടന്നാൽ മാത്രമേ ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കുന്നുള്ളൂ. കാരണം സിംഗമിയിലൂടെ സൈഗോട്ട് ഉണ്ടായാൽ മാത്രമേ പിന്നെ അതിൽ നിന്ന് എംബ്രിയോ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ എംബ്രിയോയ്ക്കുള്ള നറിഷ്മെൻറ്റ് കൊടുക്കാനുള്ള ടിഷ്യൂ ആണ് എൻഡോസ്പേം. അപ്പോൾ എംബ്രിയോ ഉണ്ടാകുവാണെങ്കിൽ മാത്രം എൻഡോസ്പേം ഉണ്ടായാൽ മതിയല്ലോ. അതോടെ ഈ എൻഡോസ്പേമിൽ എന്താണ്? ഫുഡ് റിസർവ് ആണ്. എംബ്രിയോയ്ക്കുള്ള ഫുഡ് റിസർവ് ആണ് എൻഡോസ്പേമിലുള്ളത്.
അപ്പോൾ എംബ്രിയോ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ഈ ഫുഡ് റിസർവ് ഡെവലപ്പ് ചെയ്യുന്നു. എംബ്രിയോ ഉണ്ടായില്ലെങ്കിൽ എൻഡോസ്പേമും ഫോം ചെയ്യുന്നില്ല. അതിലൂടെ പ്ലാന്റിൻ്റെ ഫുഡ് റിസർവ് വേസ്റ്റ് ആവാതെ സൂക്ഷിക്കാൻ പറ്റുന്നു. അതാണ് ഓപ്ഷൻ എ പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ, ഇറ്റ് അലൗസ് 2 എംബ്രിയോസ് ടു ഡെവലപ്പ് ഫ്രം എ സിംഗിൾ ഒവ്യൂൾ. ഒരു സിംഗിൾ ഒവ്യൂളിൽ നിന്ന് 2 എംബ്രിയോ ഡെവലപ്പ് ചെയ്യാൻ അനുവദിക്കുന്നു. അത് തെറ്റാണ്. ഇറ്റ് പ്രൊഡ്യൂസസ് എ ഡിപ്ലോയിഡ് എൻഡോസ്പേം ദാറ്റ് നറിഷസ് എംബ്രിയോ. അതായത് എംബ്രിയോയെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്ലോയിഡ് എൻഡോസ്പേം ഉണ്ടാകുന്നു. തെറ്റാണ്, കാരണം എൻഡോസ്പേം ട്രിപ്ലോയിഡ് ആണ്. ഇറ്റ് എലിമിനേറ്റ്സ് ദ നീഡ് ഫോർ പോളിനേഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷൻ പോളിനേഷനുള്ള നീഡിനെ എലിമിനേറ്റ് ചെയ്യുന്നു, അതായത് പോളിനേഷൻ ആവശ്യമില്ലെന്ന്. അതും തെറ്റാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഒരു സൈഗോട്ട് അല്ലെങ്കിൽ എംബ്രിയോ സൈഗോട്ട് ഫോർമേഷന് ശേഷം മാത്രമേ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവുന്നുള്ളൂ. കാരണം സൈഗോട്ട് ഉണ്ടായാൽ മാത്രമേ എംബ്രിയോ ഫോം ചെയ്യുള്ളൂ. ആ എംബ്രിയോ ഉണ്ടെങ്കിൽ മാത്രം അതിന് ന്യൂട്രീഷൻ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എംബ്രിയോ ഉണ്ടാകുമെന്ന് ഉറപ്പായതിന് ശേഷം മാത്രമാണ് എൻഡോസ്പേമിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. ഇതാണ് എവല്യൂഷണറി അഡ്വാൻറ്റേജ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് സീക്വൻസ് ഇൻ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഈസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ കറക്റ്റ് സീക്വൻസ് ഏതൊക്കെയാണ്? നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ ആദ്യം തന്നെ സെലക്ഷൻ ഓഫ് പേരൻസ് ആണ്. പേരൻസിനെ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഫ്ലവർ ബൈസെക്ഷൽ ആണെങ്കിൽ ഇമാസ്കുലേഷൻ, അതായത് ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ അതിൽ നിന്ന് യങ് ആയിട്ടിരിക്കുന്ന സ്റ്റേജിൽ തന്നെ ആന്തറിനെ റിമൂവ് ചെയ്യുക. അതിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. യൂണിസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ഇമാസ്കുലേഷൻ്റെ ആവശ്യം ഇല്ല. അതിനുശേഷം ഇമാസ്കുലേഷൻ ചെയ്ത ഫ്ലവറിനെ ബാഗ് ചെയ്യുന്നു. അതിനെയാണ് ബാഗിംഗ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് ബട്ടർ പേപ്പറിൻ്റെ കവറാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ പേപ്പറിൻ്റെ കവർ. അപ്പോൾ ഇമാസ്കുലേറ്റഡ് ഫ്ലവറിനെ ബാഗ് ചെയ്യുന്നു. യൂണിസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ഫ്ലവർ ഓപ്പൺ ആവുന്നതിന് മുമ്പേ, ഫ്ലവർ വിരിയുന്നതിന് മുമ്പ് തന്നെ ബാഗിങ് ചെയ്ത് വെക്കുന്നു ഫീമെയിൽ ഫ്ലവറിനെ. അതിനുശേഷം ആർട്ടിഫിഷ്യൽ പോളിനേഷനാണ്. സ്റ്റിഗ്മ റിസപ്റ്റീവ് ആവുന്ന സമയത്ത് മെയിൽ പേരൻറ്റിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്തിട്ട് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്നു. പോളിനേഷൻ നടത്തിയതിന് ശേഷം വീണ്ടും ഫീമെയിൽ ഫ്ലവറിനെ റീബാഗ് ചെയ്യുന്നു. വീണ്ടും റീബാഗ് ചെയ്ത് സൂക്ഷിക്കണം. ഈ ബാഗിങ് ആൻഡ് റീബാഗിങ് ഒക്കെ നടത്തുന്നത് അൺവാണ്ടഡ് പോളൻ വഴിയുള്ള കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത മറ്റൊരു പോളൻ സ്റ്റിഗ്മയിൽ വന്ന് പതിച്ചാൽ അതിലൂടെ ഫെർട്ടിലൈസേഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീമെയിൽ ഫ്ലവറിനെ ബാഗ് ചെയ്ത് വെക്കുന്നത്. പോളിനേഷന് ശേഷം ഇതിനെ വീണ്ടും റീബാഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വെയിറ്റ് ചെയ്യുക. ഓവറി വളർന്ന് ഫ്രൂട്ട് ആകുന്നു, ഒവ്യൂൾ വളർന്ന് സീഡാവുന്നു. ഈ സീഡ് ഒരു ഹൈബ്രിഡ് സീഡായിരിക്കും. നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സൊക്കെ ഉള്ള ഒരു ഹൈബ്രിഡ് സീഡായിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ കറക്റ്റ് സീക്വൻസ് ഇമാസ്കുലേഷൻ, ബാഗിങ്, പോളിനേഷൻ, റീബാഗിങ്. ഇമാസ്കുലേറ്റ് ചെയ്യുക, ആ ഫ്ലവറിനെ ബാഗ് ചെയ്യുക, പോളിനേഷൻ നടത്തുക, എഗെയിൻ റീബാഗ് ചെയ്യുക. 11th ക്വസ്റ്റ്യൻ, അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. അസേർഷൻ, പോളി എംബ്രിയോണി ആൻഡ് അപ്പോമിക്സിസ് ആർ ഐഡൻറ്റിക്കൽ ഫിനോമിന. പോളി എംബ്രിയോണിയും അപ്പോമിക്സിസും ഐഡൻറ്റിക്കൽ ഫിനോമിനയാണെന്നാണ് പറയുന്നത്. തെറ്റാണ്, കാരണം അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ് ഫോം ചെയ്യുന്നു. വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അതിനെയാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. പോളി എംബ്രിയോണി എന്ന് പറഞ്ഞാൽ ഒരു സീഡിൽ തന്നെ ഒന്നിലധികം എംബ്രിയോസ് ഉണ്ടാവുക. പോളി എന്ന് വെച്ചാൽ തന്നെ മെനി എന്നാണ് അർത്ഥം. അതായത് ഒരു സീഡിൽ തന്നെ ഒന്നിലധികം എംബ്രിയോസിനെ കാണപ്പെടുന്ന ഫിനോമിനയാണ് പോളി എംബ്രിയോണി എന്ന് വിളിക്കുന്നത്. അപ്പം സീഡ് ഫോർമേഷൻ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണ് അപ്പോമിക്സിസ്. പ്രസൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഓർ മെനി എംബ്രിയോസ് ഇൻ എ സീഡ് ഈസ് കോൾഡ് പോളി എംബ്രിയോണി. അപ്പോൾ അപ്പോമിക്സിസും പോളി എംബ്രിയോണിയും ഒന്നല്ല. അതുകൊണ്ട് അസേർഷൻ റോങ് ആണ്. റീസൺ, ബോത്ത് ഓൾവേസ് ഇൻവോൾവ് ഫെർട്ടിലൈസേഷൻ.
രണ്ടിലും ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് പോളി എംബ്രിയോണിയിലും അപ്പോമിക്സിസിലും ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ടെന്ന്. ഇതും തെറ്റാണ്. കാരണം അപ്പോമിക്സിസിൽ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെയാണ് സീഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പോളി എംബ്രിയോണി ആണെങ്കിലോ ഇതിലും ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ് എംബ്രിയോ ഫോം ചെയ്യുന്നത്. കാരണം ന്യൂസെല്ലസ് ടിഷ്യൂവിലെ ചില സെൽസ് പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എംബ്രിയോ സാക്കിലേക്ക് കയറുന്നു, എന്നിട്ട് അതാണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് അവിടെ ഫെർട്ടിലൈസേഷൻ ഇല്ല. അസേർഷനും റോങ് ആണ്, റീസണും റോങ് ആണ്. സോ ഓപ്ഷൻ ഡി, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ്? ഓൾ അപ്പോമിക്റ്റിക് പ്ലാന്റ്സ് റിക്വയർ പോളിനേഷൻ. അപ്പോമിക്സിസ് നടക്കുന്ന പ്ലാന്റ്സിനെയാണ് അപ്പോമിക്റ്റിക് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോമിക്റ്റിക് പ്ലാന്റ്സിന് പോളിനേഷൻ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. തെറ്റാണ്. കാരണം അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ഇല്ലാതെ സീഡ് ഫോർമേഷൻ നടക്കുന്നു. അതിനെയാണ് അപ്പോമിക്സിസ് എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ പോളൻ ഗ്രെയിൻ്റെ ആവശ്യമില്ല. പോളൻ ഗ്രെയിനിലൂടെ വരുന്ന മെയിൽ ഗമേറ്റ് ഫീമെയിൽ ഗമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ വേണ്ടാത്ത പ്ലാന്റ്സ് ആണ് അപ്പോമിക്റ്റിക് പ്ലാന്റ്സ്. അതുകൊണ്ട് തന്നെ അവർക്ക് പോളിനേഷൻ്റെ ആവശ്യമില്ല. അപ്പോമിക്സിസ് ഓൾവേസ് ഇൻവോൾവ്സ് ഫെർട്ടിലൈസേഷൻ. അപ്പോമിക്സിസിൽ എപ്പോഴും ഫെർട്ടിലൈസേഷൻ നടക്കും എന്നാണ് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ ഇല്ലാതെയുള്ള സീഡ് ഫോർമേഷനാണ് അപ്പോമിക്സിസ്. അപ്പോമിക്സിസ് ബൈപ്പാസസ് മിയോസിസ് ആൻഡ് ഫെർട്ടിലൈസേഷൻ. അപ്പോമിക്സിസ് മിയോസിസും ഫെർട്ടിലൈസേഷനും ബൈപ്പാസ് ചെയ്യുന്നു. ഇത് കറക്റ്റാണ്. കാരണം മെഗാസ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? മെഗാസ്പോർസ് ഉണ്ടാകുന്നത്. മിയോസിസ് നടന്നിട്ടാണ് മെഗാസ്പോർ ഫോം ചെയ്യുന്നത്. ഈ മെഗാസ്പോറിൽ നിന്നാണ് ഫീമെയിൽ ഗമറ്റോഫൈറ്റ് ഉണ്ടാകുന്നത്. ഫീമെയിൽ ഗമറ്റോഫൈറ്റിൻ്റെ ഉള്ളിലാണ് എഗ് സെല്ല് ഇരിക്കുന്നത്. എന്നാൽ മെഗാസ്പോർ മദർ സെല്ല് മിയോസിസിനെ ബൈപ്പാസ് ചെയ്യുന്നു. എന്നിട്ട് മെഗാസ്പോർ മദർ സെല്ല് ഡയറക്റ്റായിട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നു. ഇതാണ് അപ്പോമിക്സിസിൽ സംഭവിക്കുന്നത്. മെഗാസ്പോർ മദർ സെല്ല് മിയോസിസ് ബൈപ്പാസ് ചെയ്ത് ഡയറക്റ്റ്ലി എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ മിയോസിസിനെ ഇവിടെ ബൈപ്പാസ് ചെയ്തു, മിയോസിസ് നടക്കുന്നില്ല. അതുപോലെ ഡയറക്റ്റ്ലി എംബ്രിയോ ആയി മാറിക്കഴിഞ്ഞു. സാധാരണ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. പക്ഷേ ഇവിടെ അപ്പോമിക്റ്റിക് പ്ലാന്റ്സിൽ എന്താണ് നടന്നത്? മെഗാസ്പോർ മദർ സെല്ല് ഡയറക്റ്റ് ആയിട്ട് എംബ്രിയോ ആയിട്ട് മാറി. അതായത് ഇവിടെ ഒരു ഫെർട്ടിലൈസേഷനോ സൈഗോട്ട് ഫോർമേഷനോ നടന്നിട്ടില്ല. ഫെർട്ടിലൈസേഷനെയും ബൈപ്പാസ് ചെയ്തു. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അപ്പോമിക്സിസ് ഒക്കേഴ്സ് ഓൺലി ഇൻ ജിംനോസ്പേംസ്. ജിംനോസ്പേം എന്ന് പറയുന്നത് ഒരു പ്ലാന്റ് ഗ്രൂപ്പാണ്. അത് +1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ജിംനോസ്പേംസിൽ മാത്രമാണ് അപ്പോമിക്സിസ് നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇതും തെറ്റാണ്. കാരണം നമ്മൾ ആൻജിയോസ്പേംസിൻ്റെ റീപ്രൊഡക്ഷനിലാണ് അപ്പോമിക്സിസ് പഠിച്ചത്. അതായത് ആൻജിയോസ്പേംസിലും അപ്പോമിക്സിസ് നടക്കുന്നുണ്ട്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, എ മെച്യൂർ എംബ്രിയോ സാക്ക് ഹാസ് 1 egg cell, 2 synergids, 3 antipodals, 2 polar nuclei. During double fertilization, which cell remain unfused immediately after fertilization? അതായത് നമുക്കറിയാം ഒരു എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ. ഇത് മൈക്രോപൈലാർ എൻഡും ഇത് ചലാസൽ എൻഡും. അങ്ങനെയാണെങ്കിൽ മൈക്രോപൈലാർ എൻഡിൽ എഗ് അപ്പാരറ്റസ് ഉണ്ട്. അതായത് ഒരു എഗ്ഗും 2 സിനർജിഡ്സും. സെല്ലിൻ്റെ നടുക്കായിട്ട് 2 പോളാർ ന്യൂക്ലിയസുകളുണ്ട്. ഇനി ചലാസെലിൻഡിലായിട്ട് 3 ആൻറ്റിപോഡൽസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷന് ശേഷം നമ്മൾ പെട്ടെന്ന് എംബ്രിയോ സാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ സെൽസാണ് അൺഫെർട്ടിലൈസ്ഡ് ആയിട്ട് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ അൺഫ്യൂസ്ഡ് ആയിട്ട് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ, എഗ് സെൽ ഓൺലി. തെറ്റാണ്. കാരണം എഗ് സെല്ലും മെയിൽ ഗമേറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് സിംഗമി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എഗ് സെല്ല് ഫെർട്ടിലൈസ്ഡ് ആണ്, അൺഫെർട്ടിലൈസ്ഡ് അല്ല. സിനർജിഡ്സ് ഓൺലി.
സിനർജിഡ്സ് മാത്രം. അതും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരു സിനർജിഡിലൂടെയാണ് പോളൻ ട്യൂബ് എൻറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും ആ സിനർജിഡിനെ കടന്നാണ് പോകുന്നത്. അതുകൊണ്ട് സിനർജിഡ്സ് എന്ന് പറയാൻ പറ്റില്ല. അടുത്തത് 3 ആൻറ്റിപോഡൽസ് ആൻഡ് 1 സിനർജിഡ്. ഇതാണ് കറക്റ്റ്. കാരണം ആൻറ്റിപോഡൽസിൻ്റെ അടുത്തേക്ക് മെയിൽ ഗമീറ്റ് വരുന്നില്ല. അവർ ഫ്യൂഷനൊന്നും അണ്ടർഗോ ചെയ്യുന്നില്ല. അവരതുപോലെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ആൻറ്റിപോഡൽസിന് ഫ്യൂഷൻ നടക്കുന്നില്ല. അതുപോലെ ഈ പോളൻ ട്യൂബ് ഈ സിനർജിഡിൽ കൂടിയാണ് എൻറ്റർ ചെയ്തതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ മറ്റേ സിനർജിഡ് അവിടെ അതുപോലെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് 3 ആൻറ്റിപോഡൽസ് ആൻഡ് 1 സിനർജിഡാണ് അൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത്. പോളാർ ന്യൂക്ലിയ ഓൺലി. ഇതും തെറ്റാണ്. കാരണം പോളാർ ന്യൂക്ലിയയും മെയിൽ ഗമീറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കുന്നത്. എന്നിട്ടാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത്. ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഇരിക്കുന്ന സെല്ലാണ് പ്രൈമറി എൻഡോസ്പേം സെല്ല്. പ്രൈമറി എൻഡോസ്പേം സെല്ല് ഡെവലപ്പ് ചെയ്തിട്ടാണ് എൻഡോസ്പേമായിട്ട് മാറുന്നത്. എൻഡോസ്പേമാണ് ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ മ്യൂട്ടേഷൻ പ്രിവെൻറ്റ്സ് ദ സെക്കൻഡ് മെയിൽ ഗമീറ്റ് ഫ്രം ഫ്യൂസിങ് വിത്ത് ദ സെക്കൻഡറി ന്യൂക്ലിയസ് ബട്ട് അലൗസ് സിംഗമീറ്റ് ടു ഒക്കർ നോർമലി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ലൈക്ലി? അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു മ്യൂട്ടേഷൻ കാരണം രണ്ടാമത്തെ മെയിൽ ഗമീറ്റിന് സെക്കൻഡറി ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ സിംഗമി നോർമലായിട്ട് നടന്നു. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നടക്കാൻ ചാൻസ്? മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീൻസിൽ സംഭവിക്കുന്ന ഒരു മാറ്റമാണ്. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അപ്പോൾ ഈ മ്യൂട്ടേഷൻ കാരണം എംബ്രിയോസാക്കിലേക്ക് കടന്ന രണ്ടാമത്തെ മെയിൽ ഗമീറ്റിന് പോളാർ ന്യൂക്ലിയായിട്ട് ഫ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഫസ്റ്റ് ന്യൂക്ലിയസ് ചെന്നിട്ട് സിംഗമി നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ, എംബ്രിയോ ആൻഡ് എൻഡോസ്പേം ഡെവലപ്പ് നോർമലി. എൻഡോസ്പേമും എംബ്രിയോയും നോർമലായിട്ട് ഡെവലപ്പ് ചെയ്യും. തെറ്റാണ്. കാരണം നമുക്കറിയാം സിംഗമി എന്ന് വെച്ചാൽ എന്താണ്? മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സൈഗോട്ട് ഉണ്ടാവുന്നു. ഇതിനെയാണ് സിംഗമി എന്ന് പറയുന്നത്. ഇനി ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഇവിടെ സിംഗമി നടന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എംബ്രിയോ ഫോർമേഷൻ നടക്കും. ഇനി അടുത്തത് സെക്കൻഡ് മെയിൽ ഗമീറ്റും പോളാർ ന്യൂക്ലിയസ് അതും കൂടെ ചേർന്നിട്ടാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാകുന്നത്. ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡെവലപ്പ് ചെയ്തിട്ടാണ് എൻഡോസ്പേം ഫോം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സെക്കൻഡ് മെയിൽ ഗമീറ്റിന് ഫ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് നടക്കുന്നില്ല. സോ ഓപ്ഷൻ എ റോങ് ആണ്. ഓപ്ഷൻ ബി, എംബ്രിയോ ഫോംസ് ബട്ട് എൻഡോസ്പേം ഫെയിൽസ് ടു ഡെവലപ്പ്. കറക്റ്റ് ആണ്. കാരണം സൈഗോട്ട് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എംബ്രിയോ എന്തായാലും ഉണ്ടാവും. പക്ഷേ എൻഡോസ്പേം ഫെയിൽസ് ടു ഡെവലപ്പ്, എൻഡോസ്പേം ഉണ്ടാവുന്നില്ല. ഓപ്ഷൻ സി, എൻഡോസ്പേം ഡെവലപ്സ് ബട്ട് എംബ്രിയോ ഡസ് നോട്ട് ഫോം. സൈഗോട്ട് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ എംബ്രിയോ ഫോർമേഷൻ നടക്കും എന്നുള്ളത് 100% ഷുവറാണ്. പക്ഷേ പോളാർ ന്യൂക്ലിയും മെയിൽ ഗമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ എൻഡോസ്പേം ഫോർമേഷൻ നടക്കുന്നില്ല. ഓപ്ഷൻ ഡി, നെയ്തർ എംബ്രിയോ നോർ എൻഡോസ്പേം ഡെവലപ്സ്. എംബ്രിയോയും എൻഡോസ്പേമും ഡെവലപ്പ് ചെയ്യില്ല. അതും റോങ് ആണ്. കാരണം സൈഗോട്ട് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എംബ്രിയോ ഫോർമേഷൻ നടക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെൻട്രൽ സെൽ ബിഫോർ ഫെർട്ടിലൈസേഷൻ ഈസ് യൂഷ്വലി. അതായത് ഫീമെയിൽ ഗ്യാമെറ്റോഫൈറ്റിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. ഫീമെയിൽ ഗ്യാമെറ്റോഫൈറ്റിൻ്റെ സെൻട്രൽ സെല്ലിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. മൈക്രോപൈലാർ എൻഡിൽ എഗ് അപ്പാരറ്റസ്, ചലാസൽ എൻഡിൽ ആൻറ്റിപോഡൽസ്. പിന്നെ സെൻട്രൽ സെല്ലിൽ എന്താണുള്ളത്? 2 പോളാർ ന്യൂക്ലിയാണുള്ളത്. അപ്പോൾ സെൻട്രൽ സെല്ല് ബിഫോർ ഫെർട്ടിലൈസേഷൻ എന്താണ്? കണ്ടെയ്ൻസ് 2 പോളാർ ന്യൂക്ലിയ. 2 പോളാർ ന്യൂക്ലിയാണ് ഉള്ളത്. ഇതിനെ നമുക്ക് ഹാപ്ലോയിഡ് എന്ന് പറയാൻ പറ്റില്ല, കാരണം 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ട്. ഡിപ്ലോയിഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം
ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ടുമില്ല. ഹാപ്ലോയിഡ് സ്റ്റേറ്റിലുള്ള രണ്ടെണ്ണമാണ് നിൽക്കുന്നത്. ട്രിപ്ലോയിഡ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് മെയിൽ ഗമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ടില്ല. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഓരോ ടോപ്പിക്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിലെ എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്ത് ഒരു റിവിഷൻ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായി പഠിച്ചതിന് ശേഷം ഈ ക്ലാസ് കാണുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.